ഓൾ, ദിസ് ഇസ് കോക്ക്. ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിലെ ദ മോസ്റ്റ് അവൈറ്റഡ് ദൃശ്യം 3. ദൃശ്യം 3 അനൗൺസ് ചെയ്ത മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് ദൃശ്യം 1 കണ്ടു, ദൃശ്യം 2 കണ്ടു, ഇതിനപ്പുറത്തേക്ക് ജീത്തു ജോസഫ് എന്ത് ചെയ്യും, എങ്ങനെ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമേ പറയാം, ദൃശ്യം 1 ദാറ്റ് വാസ് സംതിങ് എൽസ്. അതുപോലൊരു സാധനം ഇനി ജിത്തു തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ദൃശ്യം 2 പക്ഷെ അതിനോട് കിടപിടിക്കുന്നതായിരുന്നു. OTT റിലീസായിരുന്നു. അത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം എന്ന് ഞാൻ അതിയായ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. ദൃശ്യം 3ലേക്ക് വരുന്ന സമയത്ത് ഈ ദൃശ്യം 1-ൽ നിന്നും 2-ൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ ജോർജ് കുട്ടി, നമ്മുടെ ലാലേട്ടന്റെ ജോർജ് കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ്, അത് അദ്ദേഹത്തിന്റെ കുടുംബം അതുമായി ചേർന്ന് പോകുന്ന വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ബട്ട് അവസാന സംഭവം തീർക്കും. അപ്പോൾ ജീത്തു സിനിമയിൽ അങ്ങനെയാണല്ലോ, ജീത്തു എന്തൊക്കെ തുടക്കത്തിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം വൻ പരിപാടി നടത്തും. മറ്റ് ജീത്തു സിനിമകളെ കുറിച്ച്, എല്ലാ സിനിമകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൃശ്യം ഫ്രാഞ്ചൈസ് എടുത്തു നോക്കുന്ന സമയത്ത്. ഇതിലും അതേ സംഭവമാണ്. ഇതില് ഗഡ്ഡസ്വാമിക്കൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ബും ശൂന്യം വട്ടപൂജ്യം, ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫില് കാണിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലോട്ടിനകത്ത്. അത് വെച്ചിട്ടാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ജീത്തു എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 2 മണിക്കൂർ 41 മിനിറ്റ് ഉണ്ട് സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഹാഫ് കണ്ട് തീർക്കണം. ഇപ്പോൾ നമ്മൾ പലരും പറയുന്നൊരു കാര്യമാണ് ജീത്തുവിന്റെ മേക്കിംഗ് സീരിയൽ ലെവലാണ്. എനിക്ക് അങ്ങനെ മേക്കിങ്ങിൽ ശ്രദ്ധിക്കാൻ തോന്നാറില്ല ജീത്തുവിന്റെ ഈ ദൃശ്യം ഫ്രാഞ്ചൈസിൽ ഒരിക്കലും. കാരണം റൈറ്റിങ്ങിലാണ് അദ്ദേഹം പരിപാടി കൊണ്ടുവരുന്നത്. റൈറ്റിങ്ങിൽ പണിയെടുത്ത് റൈറ്റിങ്ങിൽ സീൻ ബൈ സീന് ആളുകളെ എൻഗേജിങ് ആക്കുന്ന ക്യാരക്ടേഴ്സിന്റെ അതിന്റെ കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന പരിപാടി ജീത്തുവിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പൊതുവെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഗിമ്മിക്സിൽ കൂടെ പിന്നെ ഉള്ള അങ്ങനെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഡയറക്ടറല്ല. ഇതിലതുപോലെ തന്നെ റൈറ്റിങ്ങിലുണ്ട്. പക്ഷെ ലോട്ട്സ് ഓഫ് റിപ്പീറ്റീവ് സീൻസ്, എസ്പെഷ്യലി മീനയും ലാലേട്ടനും തമ്മിലുള്ള കോൺവെർസേഷൻസ് അധികം രസമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക. ഇതില് എസ്തർ വളരെ നാച്ചുറലായിരുന്നു. കാരണം അങ്ങനത്തെ ഗേൾസിനെ, അങ്ങനത്തെ ഫാമിലീസിനെ അറിയാം. എല്ലാത്തിനും പ്രതികരിക്കുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, അതായത് ആ ഒരു ജനറേഷൻ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എസ്തർ, ആ കഥാപാത്രം നന്നായിട്ട് വന്നിട്ടുണ്ട്. എസ്തർ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അൻസിബ ഓഫ് കോഴ്സ്. ഇതിൽ പ്രകടനങ്ങൾ ഒന്നും ആരുടെയും മോശം പറയാനില്ല. പിന്നെ ലാലേട്ടന്റെ ജോർജ് കുട്ടി, അട്ടിമുട്ടി ജോർജ് കുട്ടി, അതായത് 1-ല് ജോർജ് കുട്ടി, 2-ല് ജോർജ് കുട്ടി, അതേ ജോർജ് കുട്ടി 3-ല്. അത് ഒരു അണ്ണുക്കിട്ട വ്യത്യാസം ഇല്ല. പിന്നെ ആ ഒരു ക്യാരക്ടറിന്റെ ആർക്കും, ആ ക്യാരക്ടർ എന്താണെന്ന്, ആരാണ് ജോർജ് കുട്ടി എന്ന് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ലാലേട്ടന്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൽ ലാലേട്ടന് പെർഫോം ചെയ്യാനുള്ള കുറെ സീൻസ് അവസാനമാകുമ്പോഴേക്ക് വരുന്നുണ്ട്. കുറച്ച് കോൺഫ്ലിക്ട്സുകളും അത് ലാലേട്ടൻ ഈസിലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഹൈ തരുന്ന സംഭവം എന്നല്ല. പക്ഷെ ലാലേട്ടൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് കല്യാണോത്സവ പരിപാടി, ബ്രോക്കർമാർ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞേ കുറേ റെപ്പിറ്റേഷൻ. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. 1-ലും 2-ലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇതിൽ ദിനേശ് പ്രഭാകറുണ്ട്, പിന്നെ ശാന്തി മായാദേവി ഉണ്ട്. അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മീര നന്ദകുമാർ, അവർ ഇടയ്ക്ക് കുറച്ച് ഓവറായിരുന്നു. പിന്നെ ഗണേശനെ കാണാൻ എപ്പോഴും ദൃശ്യം 2-ലെ ആ ഡയലോഗ് ഓർമ്മ വരും, കുറച്ച് പൈസ കൂടെ തരും എന്ന് പറയുന്നില്ലേ മറ്റേ കക്ഷിനോട്. പിന്നെ മുരളി ഗോപിയുടെ ആ ഒരു ഓറ ശരിക്കും ഫീൽ ചെയ്യും. ഒരു ഹയർ പോലീസ് ഓഫീസറുടെ ആ ഒരു പിന്നെ ഓറ. പിന്നെ ഡയലോഗ്സ്, മുരളി ഗോപിനെ എഴുതിയാൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അതിലെ ചില വാക്കുകളും അതിലെ ചില കോയിനേഴ്സും ചില ഫ്രേസസും യൂസേജും അത് മുരളി ഗോപി റെൻഡർ ചെയ്യുന്ന സമയത്ത് നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ സിദ്ദിഖ് അസാധ്യ നടനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ ലെവലിലെ പെർഫോമൻസ്. ആശ ശരത്ത് ഇതൊന്നുമില്ല. കാരണം ഇങ്ങനെ ഇരിക്കുക, മറ്റേ ഇഫൻ ഹോക്കിംഗ് ഒക്കെ ഇരിക്കും പോലെ ഇങ്ങനെ ഇരിക്കുക ആശ ശരത്ത്. പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്, അതാരാണെന്ന് ഇപ്പം പറയാൻ പറ്റൂല. പുള്ളിക്ക് ചെങ്കണ്ണ, കണ്ണ് വാസുണ്ണെ പോലെ ചുവന്നിരിക്കുക. അത് ചെങ്കണ്ണായിരിക്കും, അല്ലാതെ ഇങ്ങനെ രോഗക്കൂലല്ലോ. ഡോക്ടറെ കാണിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. തുള്ളി മരുന്ന് അലർജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളി ചെങ്കണ്ണായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ കുറെ പരിപാടികൾ. ഇത് ഞാൻ പറഞ്ഞില്ലേ,
ഇതിന്റെ ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫ്ലാറ്റ് ആണ്. പക്ഷെ അത് റീവാച്ച് ചെയ്യുമ്പം അത് നമുക്ക് ഫ്ലാറ്റ് ആയി തോന്നണമെന്നില്ല. അത് റീസൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 hour ആണ് ഇതിന്റെ കത്തിക്കൽ എന്ന് പറയുന്നത്. ജീത്തു സംഭവം അല്ലെങ്കിൽ സംഭവം ഇറുക്ക് എന്ന് പറയാൻ കഴിയും ലാസ്റ്റ് 1 hour. ഇതിൽ മുരളി ഗോപിയും സിദ്ദിഖും നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവസാനം വരെ ക്ലൈമാക്സ് വരെ. ക്ലൈമാക്സ് ടിപ്പിക്കൽ ജീത്തു പരിപാടികളാണ്. ദൃശ്യം 1 കൈൻഡ് ഓഫ് പരിപാടി. എന്താ ലെവലിൽ നിന്നല്ല, അതേ രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ മേക്കിംഗ് ആയി കഴിഞ്ഞാലും അത് പ്രസന്റ് ചെയ്തായി കഴിഞ്ഞാൽ അതിന്റെ സ്കോറിങ്ങും പരിപാടിയൊക്കെ തന്നെ. പക്ഷെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് എന്താണെന്ന് ഈ സിനിമ ഒന്നുകൂടെ അടിവര ഇട്ട് തരുന്നുണ്ട്. സോ റൈറ്റർ ഡയറക്ടർ ജീത്തു ജോസഫ്, സതീഷ് കുറുപ്പ് DOP. ജീത്തുവിന് ആവശ്യമായ സാധനം സതീഷ് കുറുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിനായക് BS എഡിറ്റർ, അനിൽ ജോൺസൺ മ്യൂസിക്. പിന്നെ അനിൽ ജോൺസൺ എളുപ്പമാണല്ലോ, ഓൾറെഡി ഫ്രാഞ്ചൈസ് ആയതുകൊണ്ട് സെയിം സ്കോർ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ബിഗിനിങ് ഭയങ്കര ഫീൽ ആയിരുന്നു. ദൃശ്യം 1ഉം 2ഉം ഇങ്ങനെ മോണോക്രോമിൽ ഇങ്ങനെ ആ സീൻസ് ഇങ്ങനെ കാണുമ്പോഴേ ഒരുപാട് മെമ്മറീസ് തരും, എസ്പെഷ്യലി അബൌട്ട് ദൃശ്യം 1. അപ്പോൾ അത് കണ്ട ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മുതൽ മെമ്മറീസ് തരും. അത് ഭയങ്കര ഇന്റൻസ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇതിലുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അവിര. മറ്റേ അധീര ബഖീര എന്നൊക്കെ പറയുമ്പോൾ അവിര അതെന്താ അങ്ങനെ പേര് ജീത്തു ചൂസ് ചെയ്തെന്ന് അറിയില്ല. പിന്നെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു സീനിൽ. പുള്ളി പണ്ട് സാധാ PC ആയിട്ട് സിവിൽ പോലീസ് ഓഫീസറായിട്ട് കാര്യമാണല്ലോ. പുള്ളി ഇപ്പം CI ആയിട്ടുണ്ട്. ഇത്രയും വർഷം കൊണ്ട് പുള്ളി അങ്ങ് മൂത്ത് CI ആയി. ഞാൻ കൈയടിച്ചായിരുന്നു ആന്റണി പെരുമ്പാവൂർ വന്ന സമയത്ത് ഞാൻ കൈയടിച്ചായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആശീർവാദമൊക്കെ നിർമ്മിക്കുന്ന സിനിമയ്ക്കകത്ത് കല്യാൺ ജ്വല്ലറിയുടെ ഒക്കെ പരസ്യം എന്തിനാ? അത് ഒരു ടിപ്പിക്കൽ പരസ്യം. ഒരു സീനകത്ത് നമുക്ക് വളരെ നൈസായിട്ട് അങ്ങ് തിരിച്ചറിയാം, നമുക്ക് അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ തോന്നാത്ത തരത്തിൽ ഒരു പരസ്യം കൊടുക്കുന്നതൊക്കെ ശരി, മനസ്സിലാക്കാം. ഇത് കല്യാൺ ജ്വല്ലേഴ്സ് ഇവിടെ എറണാകുളത്ത് എന്തിന് കല്യാൺ ജ്വല്ലേഴ്സ് തൊട്ടുപുഴ ഉണ്ടല്ലോ, നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ്. എന്നിട്ട് ലാലേട്ടൻ്റെ ഒരു ക്ലോസപ്പ് കൂടെ വെച്ചിരുന്നെങ്കിൽ കറക്റ്റ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യമാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ. അത്രയ്ക്കും ദാരിദ്ര്യമാണോ ലാലേട്ടൻ ആന്റണി പെരുമ്പാവൂർ? ആൻഡ് പേഴ്സണലി ഫോർ മീ ദിസ് ഈസ് ദൃശ്യം 3, this is Drishyam 2, and this is Drishyam 1, the ultimate. My 21st Lalatan's SBD. Many happy returns of the day. Lalata, എന്താ മോനെ?